ഹലോ ഹായ് എവ്രി വൺ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. നമ്മൾ ഇന്ന് ബിസിനസ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ക്ലയൻസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മോർണിംഗ് വാക്ക് ചെയ്യുമ്പോഴുള്ള വ്യൂ ആണിത്. ലുക്ക് അറ്റ് ദിസ്. ഇതേ നോക്കിയേ, ഈ മഞ്ഞിൽ നിന്ന് ആരാണ് വരുന്നത്? നിങ്ങളിത് കാണുക. ആരാണിത്? ഫൈസലാണിത്. മാറി മക്കളെ, മാറി. നിങ്ങളിത് കാണുക. ആരാണിത്? സ്മൈല്. എല്ലാവരെയും ഇതേപോലെ എന്താ വെച്ചാൽ, ദിസ് ഈസ് മൈ പ്ലേസ്. ഞങ്ങളുടെ സ്ഥലമാണിത്. ഓക്കെ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഇറ്റ്സ് അമേസിങ്, റൈറ്റ്? ഫാന്റാസ്റ്റിക്. സോ ഇത് വലിയൊരു ഗ്രൗണ്ടാണ്. ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണത്, ടോപ്പ് ഓഫ് ദ ഹിൽ. ഓ ഹായ്, ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. നമ്മുടെ മീറ്റിങ്ങിന് സ്വന്തം ഓഫീസിൽ മാത്രമല്ല, മീറ്റിങ്ങുകൾക്കും ഈ പറഞ്ഞിരിക്കുന്ന പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് മുസ്തു കീശേരി ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്മായിൽ, നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് നെക്സ്റ്റ് ലെവലിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ കൺസൾട്ടേഷൻ നടക്കുകയാണ്. ഇതാ നമ്മുടെ ടീം 9:30 എന്ന് പറഞ്ഞാൽ 9:30. ഇദ്ദേഹം പുതിയ മെമ്പറാണ്. നമ്മളുടെ ഇത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഷബീർ ജോയിൻ ചെയ്യണം. വേണം, നിങ്ങൾ പറയണം. ഷബീർ തീർച്ചയായിട്ടും വേണം, അല്ലെ? ഷാഫി സ്പേസിലെ എല്ലാ മെമ്പേഴ്സിനും തീർച്ചയായിട്ടും. നമ്മളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിന്റെ ഭാഗമായിട്ടുള്ള സൈറ്റ് വിസിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇതാ നമ്മുടെ ഷബീർ സാഹിബ് ഉണ്ട്, ഞാനുണ്ട്, അതേപോലെ നമ്മുടെ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് സ്മൈൽ ഉണ്ട്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. സോ നമ്മൾ പോകുന്നു, അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യണം. നമ്മളിത് എത്ര പേരുടെ പോകണേ? 3 പേരുടെ സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒന്ന്, അതായത് സെയിം റൂട്ടിലുള്ള, അല്ലേ? നമ്മളങ്ങനെയല്ല പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ സെയിം റൂട്ടിലുള്ള ഹസൻ, അതേപോലെ തന്നെ അബ്ദുള്ളക്ക അദ്ദേഹത്തിൻ്റെത്, പിന്നെ നമ്മൾ അടുത്ത ജാസർ കല്ലട. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ 3 പേരുടെ സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഇതേപോലെ നിങ്ങളുടേതും ഇതേപോലെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന് വേണ്ടി മുൻകൂർ കോൾ വരും, ഡേറ്റ് ഫിക്സ് ചെയ്യും, കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവൽ 2 years ചാലഞ്ച് മറക്കരുത്. എല്ലാവരും ഷെയറായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ ഗോളുകൾ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ശരിയാക്കി റെഡിയാക്കിയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. എന്തെങ്കിലും പറയാനുണ്ടോ? സൂചന കൊടുത്തു. എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞു? അല്ല, ഷബീർ പറഞ്ഞോ എന്തൊക്കെയാണ്? ഷബീറിനെ അറിയാം, ഷബീറാണ്. നിങ്ങൾക്ക് ഷബീറിന്റെ കോൾ വരും ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ എന്നാലും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, ഒന്ന് പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, നിങ്ങളുടെ സ്റ്റാഫിനെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെ മീറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാകുന്നത് നല്ലതാണ്. അവർക്കൊരു ഹാഫ് ആൻ അവർ നമ്മളത് ഇൻറ്ററാക്ട് ചെയ്യുന്നത് നല്ലതാണ്. അവർക്ക് നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൾച്ചർ എന്താണ്, സംഭവങ്ങൾ എന്താണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു കാര്യം എന്താണ്, വേറെന്താ, നിലവിൽ നിങ്ങൾ എങ്ങനെയാണ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ഡാറ്റ, ആ അക്കൗണ്ട്സുകളെ കറക്റ്റായിട്ട് അവിടെ വേണം. ഇല്ല എങ്കിൽ അത് പറയണം. പിന്നെ വേറെ ഫർദർ ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ആയിരിക്കണം. നിങ്ങളുടെ രജിസ്ട്രേഷൻസ് പേപ്പറുകൾ, അതേപോലെ തന്നെ നിങ്ങളുടെ GSTയുടെ സംഭവങ്ങൾ, ഡോക്യുമെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ, ബിൽഡിങ്ങിൻ്റെ ലൈസൻസുകൾ, കാര്യങ്ങൾ, എന്തൊക്കെ ലൈസൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ലീഗൽ ഡോക്യുമെൻറ്റ്സുകൾ. അത് എടുക്കാത്തവർ എടുത്തു വെക്കണം എന്നുള്ളതല്ല, നമ്മളത് ഉള്ള ഡാറ്റാസ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് വെക്കണം, ക്ലിയർ ആക്കി വെക്കണം. പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ആവശ്യം, ഓക്കെ, മേജർ ആയിട്ടുള്ള ലയബിലിറ്റീസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു കണക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, റെഡിയാക്കി വെക്കണം. ഓക്കെ, മറ്റൊരു കാര്യം, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മേജർ ലയബിലിറ്റീസ്, അവിടെ അസറ്റ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്, നിങ്ങളുടെ അസറ്റ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നമുക്ക് കാണിച്ചു തരണം. കിട്ടാനുള്ള കടം എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചും നിങ്ങൾക്ക് കിട്ടാനുള്ളതിനെ കുറിച്ചുള്ള ഒരു കണക്കും കാര്യങ്ങളും സംഭവങ്ങളും ക്ലാരിറ്റി ഒക്കെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഞങ്ങളുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് വരുന്നതാണ്, അതിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് പോകണം. പിന്നെ നിലവിൽ നിങ്ങളുടെ ഫേസ് ചെയ്യുന്ന മേജർ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് റെഡിയാക്കിയിരിക്കാം. ഓക്കെ, സോ സീ യു അറ്റ് യുവർ പ്ലേസ് സൂൺ. Bye, take care. ഫാസ്ട്രോണിൻ്റെ ലൊക്കേഷനിലാണുള്ളത്. നമ്മുടെ സിൻബായ് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഓഫീസിലേക്ക് വന്നതാണ്. ഹായ്.
ഞങ്ങളിപ്പോൾ കയറാൻ പോവാണ്, സിറ്റിങ്ങിലേക്ക് കയറാൻ പോവാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് നിലവിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നത് ചെറിയൊരു രീതിയിലാണ്. പക്ഷേ വളരെ നല്ലൊരു ബ്രാൻഡായിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ നല്ലൊരു ബ്രാൻഡായിട്ട് മാറിയിട്ടുള്ളൊരു സ്ഥാപനമാണ് ഫാസ്ട്രോൺ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിലുകളാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ വളരെ നല്ല ക്വാളിറ്റി ഉള്ള എഞ്ചിൻ ഓയിൽ അവരെന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അവരുടെ മെയിൻ ബിസിനസ്. അപ്പോൾ അവരുടെ ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യണം, അതിനെ എങ്ങനെ സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ആഴത്തിൽ പഠിക്കുകയും എങ്ങനെ അത് ഗ്രോ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത് ആഴത്തിൽ പഠിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് വെച്ചാൽ ഒരുപാട് ചാലഞ്ചസ് നമ്മൾ കാണുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ബിസിനസ് ചെറിയൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇപ്പോൾ ഉള്ളത് എങ്കിലും അദ്ദേഹത്തിന് അത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് റിക്വയർമെൻറ്റ്സും ഒരുപാട് പ്ലാനിങ്ങും ഒരുപാട് സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ക്ലിയർ ആക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തെടുക്കുക, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുക. അതേപോലെ തന്നെ നിലവിലുള്ള അവരുടെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിലവിൽ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. അതിനെ കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ സിസ്റ്റമാറ്റിക് ആക്കുക. അതുപോലെ കോസ്റ്റ് കുറച്ചുകൊണ്ട് എങ്ങനെ കൂടുതൽ സെയിൽ വർദ്ധിപ്പിക്കാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇവരുടെ ബിസിനസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഹായ് ഫ്രണ്ട്സ്, ബിസിനസ് നെക്സ്റ്റ് ലെവലിൻ്റെ ഭാഗമായിട്ട് ഷാഫി സാർ എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാനുകളും സംഭവങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാന്. പക്ഷേ ഷാഫി സാർ വന്നതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചത് എൻ്റെ അക്കൗണ്ട്സാണ്. അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ട്സ് ഭയങ്കര വീക്കായിരുന്നു. അങ്ങനെ ഷാഫി സാർ ചോദിച്ചു എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ്റെ അതീതമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ സാർ എനിക്ക് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നു. എനിക്കൊരു സാലറി ഫിക്സ് ചെയ്ത് തന്നു. ഇനി ആ സാലറിയിൽ നിന്ന് മാത്രമേ എൻ്റെ എക്സ്പെൻസ് വരാൻ പാടുള്ളൂ. ബിസിനസ്സിൽ നിന്നുള്ള ഒരു ഫണ്ടും എനിക്ക് എന്നോട് എടുക്കരുതെന്ന് പറഞ്ഞു. അതുപോലെ ക്യാഷ് എൻ്റെ കൈകൊണ്ട് തുടരുന്നത് ഷാഫി സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എൻ്റെ നെക്സ്റ്റ് ഇതിലേക്ക് പോകാനുള്ള ഒരുപാട് അഡ്വൈസുകൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ് വർദ്ധിച്ചു. സമയം പറഞ്ഞ ഒരുപാട് ട്രെയിനിങ്ങുകളും സംഭവങ്ങൾക്ക് പോകുന്നുണ്ട്. ഞാൻ കണ്ടമാനം ട്രെയിനിങ്ങുകൾക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവിടുന്നൊക്കെ ഞാൻ എൻ്റെ പ്ലാനിലായിരുന്നു പോയിരുന്നത്. പക്ഷെ എൻ്റെ വീക്കുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വീക്കുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ആ വീക്കുകൾ ഫുള്ളൊന്ന് ഷാഫി സാർ ക്ലിയർ ചെയ്തു തന്നു. എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണോ. പിന്നെ അതിലേറെ ഒരു സംഭവം എനിക്ക് മനസ്സിലായത് ഞാൻ എല്ലാം ഒറ്റയടിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. എല്ലാ സിസ്റ്റമാറ്റിക് ഷാഫി സാർ പറഞ്ഞു പതുക്കെ എന്നോട് അടുത്ത മാസമാകുമ്പോഴത്തിന് സ്റ്റാഫിനെ 2 മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ഓഫീസ് സ്റ്റാഫിനെ വരൊക്കെ വെക്കാൻ പറഞ്ഞു. ആ രീതിയിലാണ് ഇത് പതുക്കെ ഇത് ബിൽഡായി ബിസിനസ് അപ്പുറത്ത് പോകുള്ളൂ എന്നുള്ള എനിക്ക് കോൺഫിഡൻറ്റ് വന്നു. അപ്പോൾ ഓക്കെ, എന്തായാലും ഷാഫി സാർ വന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ബിസിനസ്സിന് എന്തായാലും ഗുണം ചെയ്യുന്നത് എനിക്ക് 1000% ഉറപ്പാണ്, ഒരു സംശയമില്ല. ഓക്കെ, ഞങ്ങളിപ്പോൾ ഉള്ളതേ സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈനാണ്, വെറും സൈൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയതാ. ഹസൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇവിടുന്ന് മടങ്ങുകയാണ് പോലെ സ്മൈൽ. ഓക്കെ, ശരി എന്നാൽ ബൈ. അടുത്ത ഇതിലേക്ക് പോകാൻ പോവാണ്. ഞാനൊരു ചെറിയൊരു വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഹോട്ടല്. നമ്മുടെ കേരളം ആകെ മാറുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തൊട്ടപ്പുറത്ത് കാണുന്ന വ്യൂ നോക്കിയേ. ദിസ് ഈസ് ഇഹാം ഡിജിറ്റൽ. ആക്ച്വലി ഒരു ഹ്യൂജ് ഡെവലപ്മെൻ്റാണ് ഓരോ സൈഡിലും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറത്തൊക്കെ പോയിരുന്ന സമയത്ത് കണ്ടിരുന്ന വ്യൂസാണ് ഇനി നമുക്ക് കാണാവുന്നത്. റോഡുകളുടെ വീതി കൂടുന്നു. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വലിയ വലിയ കോംപ്ലക്സുകളും സംഭവങ്ങളും വരുന്നു. ബിസിനസ്സും മാർക്കറ്റൊക്കെ ഡൗൺ ആണെന്ന് പറഞ്ഞാലും ഇതുപോലുള്ള നല്ല നല്ല പുതിയ പുതിയ പ്രോജക്റ്റുകളായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഹ്യൂജ് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ, ബിസിനസ് നെക്സ്റ്റ് ലെവലിൻ്റെ അടുത്ത പ്ലാൻ മീറ്റിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ പോകാൻ പോകുന്ന ഹൈടെക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെ ഇതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ അവിടെ വെച്ചിട്ട് കാണാം. സ്മൈൽ റെഡി. നമ്മുടെ മീഡിയ പേഴ്സൺ ഇവിടെ ഉണ്ട്.
Yeah. നെക്സ്റ്റ് ലൊക്കേഷനിലെത്തി. നമ്മളുടെ അദ്ലാഖാൻ്റെ ഹൈടെക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് അവരുടെ പ്രോജക്റ്റ്. ഇപ്പോഴും കൺസ്ട്രക്ഷൻ പണി നടന്നുകൊണ്ടിരിക്കുന്നില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ACP വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കടയുടെ വിപുലീകരണാർത്ഥം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരായിട്ടൊന്ന് സിറ്റിംഗ് എടുക്കുകയാണ്. നമ്മുടെ ടീം, എൻ്റെ ടീമോടെ ഉണ്ട്. ടീം ഈസ് കമ്മിങ്. എനിവേ, അപ്പോൾ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് കാണാം. നമ്മളിപ്പോൾ വർഷം കഴിഞ്ഞു, 7ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 4 പാർട്ണർമാരുള്ളതാണ്. ഇതുവരെ എൻ്റെ ഒരു 2 പാർട്ണർമാരായിരുന്നു ഇതിൻ്റെ ആക്റ്റീവ് പാർട്ണർമാരും, 2 പാർട്ണർമാർ സൈലൻറ്റ് പാർട്ണർമാരായിട്ടാണ് ഈ സ്ഥാപനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ പിന്നെന്താ വെച്ചാൽ നമുക്കൊരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു ഈ ബിസിനസ് പോയിരുന്നത്. ഇനിയിപ്പോൾ എന്താ ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സാഫി സാറിൻ്റെ വിസിറ്റോട് സാഫി സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാഫി സാറിൻ്റെ ഒരു കൺസൾട്ടിങ്, പിന്നെ സാഫി സാറിൻ്റെ ടീമിൻ്റെ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഇത് നല്ല പിന്നെ പ്രോപ്പറായിട്ടുള്ള കണക്ക്, പ്രോപ്പറായിട്ടുള്ള ഫൈനാൻസ് മാനേജ്മെൻറ്റുള്ള പിന്നെ നല്ലൊരു സിസ്റ്റത്തിൽ കൂടെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കേണ്ടതാണ് പിന്നെ സാബി സാറിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഈ ക്ലാസ്സിൽ ഞങ്ങളെ എൻ്റെ പാർട്ണർമാരെ പങ്കെടുപ്പിക്കുന്നതൊക്കെ. പക്ഷേ അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് 2 വർഷം കൊണ്ട് പിന്നെന്താ വെച്ചാൽ പിന്നെ ഒരാൾക്ക് നിലവിലിപ്പോൾ നമ്മളുള്ള ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ണറെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ഇനിയിപ്പോൾ ആ പാർട്ണറിൽ നിന്ന് ലീവ് എടുത്ത് പോയാലും ശരി, സ്റ്റാഫുകൾ കൊണ്ട് മാത്രമേ ഈ സ്ഥാപനം നല്ല രീതിയിൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും, പിന്നെ കണക്കുകൾ നമുക്ക് വീട്ടിലിരുന്നാൽ തന്നെ, അല്ലെങ്കിൽ ഇനി പിന്നെ ഗൾഫിലുള്ള പാർട്ണർമാർക്ക് അവരിരുന്നാൽ തന്നെ അവർക്ക് കണക്ക് വിശ്വാസയോഗ്യമായ കണക്ക് കിട്ടുന്ന രീതിയിലേക്ക് പിന്നെ അവരുടെ പാർട്ണർഷിപ്പ് ലാഭവിഹിതം അവരുടെ അക്കൗണ്ടിലേക്ക് വർഷാവർഷം അല്ലെങ്കിൽ മാസാമാസം കിട്ടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലൂടെ ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിന്നെ എൻ്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ഞാൻ സാബി സാറിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വിസാർഡ് അഡ്വർടൈസിങ് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി സ്റ്റാഫുണ്ട്. ഒരു ഒറ്റമുറി റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വലിയൊരു ലെവലിലേക്ക് ഒരുപാട് സ്റ്റാഫുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് വലിയൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ലൊരു സ്ഥാപനമായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ചെമ്മാട് എന്ന് പറയുന്ന നഗരത്തിൽ അത്യാവശ്യം മികച്ച രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ പ്രിൻറ്റിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ഇവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ബ്രാഞ്ചുകൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു കോൺസെപ്റ്റ്. തീർച്ചയായിട്ടും നിലവിലുള്ളതിനെ ഒരു സിസ്റ്റമാറ്റിക് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പോയിട്ട് പഠിക്കുകയും പഠിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ അവർക്ക് അഡ്വൈസ് ചെയ്യുകയും ചെയ്തിരുന്നത്. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെറിട്ടറി ഫിക്സ് ചെയ്യണം. ഓക്കെ, ആ ടെറിട്ടറിക്കുള്ളിൽ അപ്പുറത്തേക്കുള്ളത് കിട്ടുമായിരിക്കും, അത് ബോണസാണ്. നമ്മൾ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ ഫിക്സ് ചെയ്യുമ്പം ഇന്ന ടെറിട്ടറിയിൽ ഇത്ര പെർസെൻറ്റേജ് ബിസിനസ് നമുക്കിവിടെ കിട്ടാനുണ്ട്, സാധ്യതയുണ്ട്. ആ ഇത്ര ബിസിനസ്സിൽ ഇത്ര പെർസെൻറ്റേജ് ബിസിനസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടേതാക്കി പിടിച്ചെടുക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്ര പെർസെൻറ്റേജ് അതൊരു വോളിൽ നമ്മൾ കാണണം. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ പോകുന്നുണ്ടെന്ന് കിട്ടും. അപ്പോൾ ആവറേജ് എങ്ങനെയാണ് പോകുന്നത്, ഏത് ഡേയ്സിലാണ് അത് പോകണമെന്ന് നോക്കണം. അക്കൗണ്ട്സ് അത് ഏത് ഡേയ്സിലാണ്, എന്തുകൊണ്ടാണ് ആ ഡേയ്സിൽ സെയിൽ കൂടുന്നത്, ഏത് ഡേയ്സിൽ കുറയുന്നത് എന്തുകൊണ്ട്, ആ സമയത്ത് കൂട്ടാൻ എന്ത് ചെയ്യണം. മാർക്കറ്റിംഗ് അത്രയ്ക്കും പിൻ പോയിൻ്റ് ആയിട്ട് പോകണം. ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഷാഫി സാർ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ബിസിനസ്സിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് സാർ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. നമുക്ക് സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്ലാനിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു വിജയം കൈവരിക്കാൻ പറ്റുന്നുള്ളത് നമുക്കൊരു വിശ്വാസമായിട്ട് വന്നിട്ടുണ്ട്. എന്നെ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫിനും
അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്ന് കാലത്ത് 9 മണിക്കാണ് ഷാഫി സാറുടെ ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വിസാറിൽ വന്നിട്ട് 4 വർഷമായി ഞാൻ. പക്ഷേ മറ്റു ട്രെയിനേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, അതായത് സ്ഥാപനത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണമെന്നും ഒരു ടീം സ്പിരിറ്റാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും മുന്നേറ്റം എന്നുള്ള വലിയൊരു വാക്യം തന്നെയാണ് അദ്ദേഹം നമ്മളിലേക്ക് തീർച്ചയായിട്ടും ഒരു ബോറടിയോ ഒന്നും തോന്നാതെ ഒരു ഇൻസ്പിറേഷനോട് കൂടെ തന്നെ ഞങ്ങളിലേക്ക് എല്ലാവരിലേക്കും ഇൻവോൾവ് ചെയ്യുകയാണ് ഉണ്ടായത്. വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. ക്ലാസ് എന്നല്ല, പക്ഷെ നമുക്കൊരു ക്ലാസ്സായിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വർക്കിൽ എത്രത്തോളം ഇൻവോൾവ് ചെയ്യണം എന്ന്, നമുക്ക് നമ്മൾ തന്നെ ഉയരണം എന്നുള്ള ഒരു ഡ്രീമിലേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാഫി സാറുടെ ട്രെയിനിങ് ഞങ്ങളുടെ വിസാർഡ് എന്ന ഈ കമ്പനിക്ക് വലിയൊരു നേട്ടം നൽകും എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഷാഫി സാറുമായിട്ടുള്ള പേഴ്സണൽ സിറ്റിംഗ് കഴിഞ്ഞു. മുന്നേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്ന ഉടനെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാഫിനായിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ഡിസ്കഷനും അവർക്ക് കുറച്ച് അഡ്വൈസിങ് ആയിരുന്നു കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് സെഷനായിരുന്നു നമ്മുടെ പേഴ്സണൽ സിറ്റിങ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ ഇപ്പം നിലവിലുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ സ്ഥാപനത്തിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട്സ് ആയാലും മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റൈലായാലും അതുപോലെ സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്ന രീതിയിലായാലും ടോട്ടലി ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയിലുള്ളൊരു അഡ്വൈസായിരുന്നു ഷാഫി സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. തീർച്ചയായിട്ടും ഈ ഒരു ലെവലിൽ നമ്മളിപ്പോൾ ഷാഫി സാറായിട്ട് ഇരുന്നു കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ 100% എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു ഗ്രോത്തിൽ എൻ്റെ ഈ ഒരു സ്ഥാപനം വിസാർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഏറ്റവും ഉന്നതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. അതിനു വേണ്ട എല്ലാ അഡ്വൈസിങ്ങും എല്ലാ സപ്പോർട്ടിങ്ങും ഷാഫി സാറും അതുപോലെ അവരുടെ ടീമും ഷാഫി ഇൻസ്പയറിൻ്റെ മൊത്തത്തിലുള്ള ടീമുകൾ തയ്യാറാണെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ ഒരു ബോധ്യം നമുക്ക് മുന്നേ വന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ അറ്റൻഡ് ചെയ്യുകയുണ്ടായതും ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് 100% ബോധ്യമായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം റിനോവേറ്റ് ചെയ്തിട്ട് പുതിയ സർവീസുകൾ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിറ്റി സർവീസ് എങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിന് എത്തിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ all the support you already given to us so far. Okay, thank you.